എനിക്ക് കുട്ടികൾക്ക് ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റും ടോയ്സ് ഒന്നും വാങ്ങിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല. അവർക്ക് ഇഷ്ടമുള്ള, അവർ ആഗ്രഹിക്കുന്ന കുറച്ച് ഐറ്റംസ് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളൊരു പോളിസിയാണ്. ചേട്ടൻ പറയും, പണ്ടൊക്കെ നമ്മുടെ പേരൻസ് പറയായിരുന്നു, അവർക്ക് സാധിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് സാധിപ്പിക്കാൻ നോക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കില്ല. ചേട്ടൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അതിനേക്കാളും അവരുടെ കുട്ടികളുടെ ചെറുപ്പത്തിൽ അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും, അത് സാധിച്ചു കൊടുക്കുക. നമ്മുടെ പേരൻസിനൊക്കെ ചിലപ്പോൾ നമ്മുടെ പല ആഗ്രഹങ്ങളും സാധിപ്പിച്ച് തരാൻ പറ്റാഞ്ഞാൽ അവരുടെ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ കൊണ്ടായിരിക്കും. അപ്പം നമ്മൾക്കിപ്പോൾ അതിനുള്ളൊരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ അവരുടെ കുട്ടി കുട്ടി ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം എന്നുള്ളൊരു പോളിസിയാണ്. അപ്പം ഞാനും അതിനോട് യോജിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ചധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റമാണ് വാങ്ങിക്കുന്നതെങ്കിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതിന് ഇത്ര രൂപയാണ്. ഏതൊരു സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ പ്രൈസൊക്കെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പ്രകൃതിക്ക് ഇപ്പോൾ അറിയുന്ന പ്രായമായിട്ട് പറഞ്ഞു കൊടുക്കും. ചില സമയത്ത് ചില കാര്യങ്ങൾ അവൾ പറയുമ്പോൾ ഇത് നമുക്ക് അഫോർഡബിൾ അല്ല, ഇതിനുള്ള പൈസ നമ്മുടെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ആ ഒരു സാധനത്തിനോടുള്ള ആഗ്രഹം വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ആദ്യം ഇതിനോട് യോജിച്ചില്ലെങ്കിലും ഇവരൊരു സന്തോഷം കണ്ടപ്പം ഇത് വാങ്ങിച്ചത് നന്നായി എന്ന് എനിക്കും തോന്നി. എനിക്ക് പൊതുവെ കുട്ടിക്കാലത്ത് തൊട്ട് ടോയ്സിനോട് വലിയ താല്പര്യമില്ല, വണ്ടികളോട് തീരെ ക്രൈസില്ല. ചേട്ടൻ അങ്ങനെയല്ല. ചേട്ടനെ പോലെ തന്നെയാണ് പ്രകൃതിക്ക് ടോയ്സും അതുപോലെ വണ്ടികളൊക്കെ ഭയങ്കര ക്രൈസാണ്. അങ്ങനെ പ്രകൃതിയുടെ ഒരു ലോങ് ടേം ഡ്രീം സാധിച്ചു. ഇനിയിപ്പോൾ അനിയൻ്റെ കുട്ടിയായ ഋതുവിനെ ഇതിലൊന്ന് കയറ്റി കറക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതും സാധിച്ചു.